നമസ്കാരം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ലേബർ റൂമുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ആക്ടിവിറ്റീസ് കൃത്യമായിട്ടും റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം എന്നിടത്താണ്. ഇത് നമ്മൾ കെയർ ഓഫ് പേഷ്യൻസിൻ്റെ 10ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ജി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് എലമെൻ്റ് കമ്മിറ്റ്മെൻ്റ് ആണ്. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. The treating doctor explains danger signs and important care activities to pregnant women and their companion. അത് നമ്മുടെ ആശുപത്രിയിലേക്ക് എത്തുന്ന, പ്രത്യേകിച്ചും ആദ്യമായി ഒരു കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റഡ് മദർ വളരെയധികം ടെൻഷനിലായിരിക്കും ആ സമയത്തുണ്ടാകുക. അപ്പം അവിടെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഡേഞ്ചർ സൈൻസ് കാണുകയാണെങ്കിൽ, എക്സസീവ് ബ്ലീഡിങ് ബിഫോർ ഡെലിവറി ഓർ വളരെ നേരം നീണ്ടു നിൽക്കുന്ന 20 മണിക്കൂറിലൊക്കെ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പെയിൻ ഡെലിവറിയിലേക്ക് നീങ്ങുന്നില്ല. നമ്മൾ പലപ്പോഴും ഈ ലേബർ റൂം എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്ത് ഒരു ഡെലിവറിക്ക് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആക്ച്വലി എന്താണ് നമ്മുടെ ഈ ലേബർ റൂമെന്ന് വിളിക്കുന്ന ഡെലിവറി റൂമെന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഓക്കെ, അത് ഈ ഡെലിവറി എന്ന് പറഞ്ഞ പ്രോസസ്സ് യഥാർത്ഥത്തിൽ ഒരു പ്രഗ്നൻസിയുടെ ഫൈനൽ സ്റ്റേജാണ്. ആ ഫൈനൽ സ്റ്റേജ് 2ആണ്. ആ ലേബർ കണ്ടീഷനുണ്ട്, പ്രസവത്തിനായിട്ടുള്ള ഒരുക്കം. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ പ്രസവിച്ചു എന്ന് പറയും. അതിനു മുമ്പ് നമ്മുടെ മിഡ് വൈഫ് പോകുമ്പോൾ പേരെടുക്കാൻ പോകുന്നെന്ന് പറയും. 2 വേർഡ് തന്നെയാണ് മലയാളത്തിൽ ഉപയോഗിക്കുക. അതൊരു പ്രോസസ്സാണ്. കുറച്ചധികം നേരം നീണ്ടു നിൽക്കുന്ന, ശരീരത്തിൻ്റെ ഘടനകളിൽ മാറ്റം വരിക, ഒരു കുഞ്ഞിന് പുറത്തേക്ക് വരത്തക്ക വിധത്തിൽ ഡയലേറ്റഡ് ആകുക, അങ്ങനെ ശരീരം അതിന് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു ശാരീരിക പ്രവർത്തനങ്ങൾ ഒരു പെയിൻ റിലേറ്റഡ് ആണ്. നോർമൽ ഡെലിവറി ആണ് സംഭവിക്കാൻ പോകുന്നത്. അതിനകത്ത് ഡേഞ്ചറസ് സൈൻസ് ഉണ്ടെങ്കിൽ ട്രീറ്റിംഗ് ഡോക്ടർ ഇൻഫോം ചെയ്യണം. കൈയും മുഖവും ഒക്കെ വല്ലാതെ നീരടിക്കുന്നുണ്ട് ആ ഒരു പെയിൻ്റെ ടൈമിൽ, ഡേഞ്ചറസ് സൈനാണിത്. അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞ് പുറത്തേക്ക് വന്നു, പ്ലാസൻ്റെ പുറത്തേക്ക് വന്നില്ല, ഡേഞ്ചർ സൈനാണ്. അടുത്ത ഒരു ഇൻഫെക്ഷൻ ഉള്ള പോസിബിലിറ്റി അവിടെ ബിൽഡാകും. സോ അങ്ങനെ ഈ ഒരു ട്രീറ്റിംഗ് ഡോക്ടറോ മെമ്പർ ഓഫ് ദ ട്രീറ്റിംഗ് ടീമോ കൃത്യമായും ഇത്തരത്തിലുള്ള ഡേഞ്ചർ സൈനുകളെ പേഷ്യൻറ്റിനും പേഷ്യൻ്റെ കൂടെയുള്ളവർക്കും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവണം. നമ്മളുടെ ലക്ഷ്യ ഗൈഡ് ലൈൻസ് 2017 ഇത് എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് 10ാമത്തെ സ്റ്റാൻഡേർഡ്, അതിൽ ജി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് എലമെൻ്റ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു പ്രഗ്നൻസി ടൈം അവിടെ എൻഡാകുകയാണ് ലേബർ റൂമിൽ. ആ ലേബർ ടൈം ഒരു പ്രിപ്പറേഷൻ ഓഫ് ഡെലിവറിയാണ്. ആ ലേബർ ടൈം എൻഡാകുന്ന ഒരു ഡെലിവറി, ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നതോടുകൂടിയാണ് ഈ ലക്ഷ്യയിൽ. അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ആ ഗൈഡ് ലൈൻസ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഓരോ സ്റ്റാഫിനും പഠിക്കേണ്ട ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ അറിയാവുന്ന ഒരാൾക്കാണ് ഈ റിസ്ക് ഫാക്ടർ കൃത്യമായിട്ടും ഡേഞ്ചർ സൈൻസ് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും അതിനെടുക്കാവുന്ന പ്രിക്കോഷൻസ് ഇന്നതാണെന്ന് പറയാനും എന്തൊക്കെയാണ് ഇപ്പോൾ അകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് പറ്റണം. COP 10G.